ഉടനെ തന്നെ അവരുടെ കമ്പ്യൂട്ടറുകളുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരികയാണ്. ഇത് അവർക്കത് എടുത്താൽ മതി, അത് വായിച്ചാൽ മതി. അത് തന്നെ അവർക്ക് അവിടെ നിന്നും എട്ടിയെടുത്ത് അവരുടെ കമ്പ്യൂട്ടറിലോട്ട് വെച്ചിട്ട് അതിന്റെ പ്രിന്റ് അവർക്ക് പ്രിന്റിങ് എടുക്കാം. എഴുതണ്ട, ഇത് അന്വേഷിച്ച് ദൂരെയൊന്നും പോകണ്ട. അവരുടെ റൂമിൽ ഇരുന്ന് തന്നെ അവർക്ക് അത്രമാത്രം വിവരങ്ങൾ ഈ ഇന്റർനെറ്റ് മുഖേന കമ്പ്യൂട്ടർ മുഖേന നമുക്ക് കിട്ടും. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിച്ചേ. പണ്ട് ഒത്തിരി ബുക്ക് വായിക്കണം അല്ലേ? ഒരു വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പലരെഴുതിയ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കണം. പുസ്തകങ്ങൾ വായിക്കാൻ അത്രയും സമയം എടുക്കണം. ഇത് വാങ്ങിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. അത് ഇതുള്ള ലൈബ്രറിയിൽ പോയി കണ്ടുപിടിക്കണം. ഇതൊന്നും വേണ്ട. ഏത് വിഷയത്തെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കണമെന്ന് നമ്മൾ ഇന്റർനെറ്റിനടുത്ത് പോയി ആ വിഷയത്തെ കുറിച്ച് ആ വിഷയം അതിലൊന്ന് ടൈപ്പ് ചെയ്താൽ അതിന്റെ എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ അത്രമാത്രം വിവരങ്ങൾ ചെലവ് കുറഞ്ഞ് വേഗതയിൽ നമുക്ക് കിട്ടുവാനുള്ള ഒരു മാർഗമാണ് ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ മൂന്നാമത് സർവീസസ് ഇത് മുഖാന്തരം നമുക്ക് ലഭിക്കും അല്ലേ? ഇപ്പോൾ നമുക്ക് തത്കാലിൽ ട്രെയിനിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ചെയ്യുന്ന ഇപ്പോഴും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? രാവിലെ 5 മണിയാകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ക്യൂവിൽ ആദ്യം നിന്ന് തുറക്കുമ്പോൾ ആദ്യം ഇടിച്ച് നമ്മൾ തത്കാൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൊടുക്കും അല്ലേ? അത് വേണ്ട, വീട്ടിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. 10 രൂപയുടെ അധികം കൊടുത്താൽ മതി. നമുക്ക് ഇന്റർനെറ്റ് വഴി നമ്മുടെ ഈ റെയിൽവേ സിസ്റ്റവുമായി നമുക്ക് ഓൺലൈൻ നമ്മൾ ബാങ്കും റെയിൽവേയുമായിട്ട് നമുക്ക് അതിന്റെ ഒരു പ്രത്യേക ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഫ്ലൈറ്റ് യാത്രകളാണ് ബുക്ക് ചെയ്യാം. അതിൽ നമുക്ക് മറ്റെന്തെങ്കിലും ബാങ്കിൽ പോയി ക്യൂ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ പോയി ക്യൂ നിൽക്കണ്ട. അതല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഏതെങ്കിലും പൈസ കൊടുക്കണമെന്ന് ക്യൂ നിൽക്കണ്ട. ഈ ഇതിനകത്തൂടെ നമുക്ക് ചെയ്യാനുള്ള ഒരു സാവകാശം, പല രീതിയിലുള്ള സർവീസസ് ഈ ഇന്റർനെറ്റ് മുഖാന്തരം ഇൻഫർമേഷൻ ടെക്നോളജി മുഖാന്തരം